ആറന്മുള പാർത്ഥസാരഥിയുടെ പള്ളിയോടങ്ങളിൽ ഏറ്റവും ദൂരെ നിന്നെത്തുന്ന പള്ളിയോടം ചെന്നിത്തല പള്ളിയോടമാണ്. 3 നദികളും 14 പാലങ്ങളും മറികടന്ന് ഒഴുക്കിനെതിരെ 84 കിലോമീറ്റർ തുഴയെറിഞ്ഞാണ് ചെന്നിത്തല പള്ളിയോടം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് പരമ്പരാഗതമായി ആറന്മുളയിലെത്തുന്നത്. ചെന്നിത്തല ഗ്രാമത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും പാരമ്പര്യവും പേറുന്ന പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം. നമ്മുടെ ഈ പള്ളിയോടത്തിൽ ഏതാണ്ട് 65-70ഓളം പേരെ കയറ്റിയാണ് നമ്മൾ പള്ളിയോട യാത്ര നടത്തുന്നത്. നിരവധി തവണ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ നമുക്ക് സമ്മാനങ്ങൾ ലഭ്യമാവുകയും ഒരു തവണ 2ാം സമ്മാനം ലഭ്യമാവുകയും ചമയത്തിനും അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള വഞ്ചിപ്പാട്ട് അവതരണത്തിനുമൊക്കെ നമ്മുടെ കാലങ്ങളായിട്ട് നമുക്ക് സമ്മാനങ്ങൾ ലഭ്യമായിട്ടുമുണ്ട്. ഇനിയും കൂടുതൽ സമ്മാനങ്ങൾ ലഭ്യമാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കരയോഗത്തിൻ്റെ ഭാഗത്തു നിന്നും പള്ളിയോടത്തിൻ്റെ സാരഥികളുടെയും ക്യാപ്റ്റൻ്റെ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. 132 വർഷത്തിലേറെയായി ആചാര അനുഷ്ഠാനങ്ങൾക്ക് മുടക്കം വരുത്താതെ പൂർവികർ തുഴഞ്ഞ വഴികളിലൂടെ അച്ചൻകോവിലാറും കുട്ടമ്പേരൂരാറും പമ്പയാറിലുമായി 84 കിലോമീറ്റർ തുഴയെറിഞ്ഞ് ആറന്മുളയിലെത്തി തിരുവാറന്മുളയപ്പന് തിരുമുൽ കാഴ്ചവെക്കുന്നു. ഉത്രട്ടാതി നാളിൽ ഭഗവാന്റെ ഉത്രട്ടാതി ജലോത്സവവും ഒപ്പം തന്നെ നടക്കുമ്പോൾ ആ ദിവസം നമ്മുടെ 52 കരയിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ അവിടെ എത്തിച്ചേരുകയും ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യകൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഉത്രട്ടാതി നാളിൽ ചരിത്രപ്രസിദ്ധമായിട്ട് ചെന്നിത്തല പള്ളിയോടത്തിന് മാത്രമാണ് നമ്മുടെ ആറന്മുളയിൽ സദ്യയുള്ളത്. അത് ഏറ്റവും ചരിത്രം നിറഞ്ഞതും നമുക്ക് മാത്രം ചെന്നിത്തലയ്ക്ക് മാത്രമുള്ള ഒരു സവിശേഷത കൂടിയാണ്. 14 പാലങ്ങൾക്കടിയിലൂടെ വേണം ചെന്നിത്തല പള്ളിയോടം ആറന്മുളയിൽ എത്തിച്ചേരുക. അമരം അഴിച്ചു മാറ്റി ഒഴുക്കിനെതിരെ രാവും പകലും തുഴയെറിഞ്ഞ് ആറന്മുളയിൽ എത്തിച്ചേരുന്നു. നമ്മുടെ 52 കരകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പ്രത്യേക സവിശേഷത നമ്മുടെ ഈ ചെന്നിത്തല കരയ്ക്കുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് ചെന്നിത്തല പ്രദേശത്തും ചെന്നിത്തലയുടെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ദർശനം, അതുപോലെ തന്നെ ആറാട്ടുകടവ് പള്ളിയോട സമിതിയുടെ സ്വീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോരുകയും നമ്മുടെ ചെന്നിത്തലയുടെ പ്രദേശത്തെ ഭവനങ്ങളിൽ വഴിപാടായി നൽകുന്ന വള്ളക്കാപ്പികൾ സ്വീകരിക്കുന്ന ഒരു കർമ്മം കൂടി നമ്മുടെ ഈ ചെന്നിത്തല പള്ളിയോടം നടത്തിപ്പോരുന്നുണ്ട്. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.